المدرسة الربانية كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് സാലിം അത്തവീൽ ഹഫിദഹുല്ലാ ഔനുൽ ഗഫാർ എന്ന ഗ്രന്ഥത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇതിൽ ആദ്യമായി മൻ റബ്ബുക എന്ന ചോദ്യവും അതിനനുബന്ധമായ ചില കാര്യങ്ങളും സംസാരിച്ചു. അതിനുശേഷം മൻ നബിയുക എന്ന ചോദ്യവും അതിനനുബന്ധമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇനി ഇതിൽ മൂന്നാമത്തെ വിഷയം അസ്സുആലു അസ്സാമിൻ വൽ അശ്റൂൻ, 28ാമത്തെ ചോദ്യമാണ്. മാ ദീനുക്, നിൻ്റെ ദീൻ ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം ദീനിൽ ഇസ്ലാം, ഇസ്ലാമാണ് എൻ്റെ ദീൻ എന്നതാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുസന്നിഫ് ഹഫിളഹുല്ലാ പറയുന്നു, അസ്സുആലു അനിൽ ഇസ്ലാമി ഹുവ അഹദു അസ്ഇലത്തിൽ ഖബരി അസ്സലാസ അല്ലത്തി യുസ്അലു അൻഹൽ ഇൻസാൻ. ഒരു മനുഷ്യനോട് ചോദിക്കപ്പെടുന്ന, ഖബറിൽ വെക്കപ്പെട്ടാൽ ചോദിക്കപ്പെടുന്ന 3 ചോദ്യങ്ങളിൽ ഒന്നാണ് മാ ദീനുക എന്നുള്ളതായ ചോദ്യം. കമാ ജാഅ ഫീ ഹദീസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. യഅതീഹി മലക്കാനി ഫയുജലിസാനിഹി, മയ്യത്തിനെ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ 2 മലക്കുകൾ വരും. അങ്ങനെ മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു മാ ദീനുക, അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ഒരു ചോദ്യമാണ് മാ ദീനുക, ഏതാണ് നിൻ്റെ ദീൻ എന്നുള്ളത്. ഫയഖൂൽ, അപ്പോൾ മുഅ്മിനായ ഒരു മനുഷ്യൻ പറയും ദീനിൽ ഇസ്ലാം, ഇസ്ലാമാണ് എൻ്റെ ദീൻ എന്ന് അവൻ പറയും. വഹുവ അൽ അസ്ലു الثاني من الأصول الثلاثة التي ذكرها الشيخ محمد بن عبد الوهاب رحمه الله. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്, റിസാലയാണ് അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. ഖബറിലെ ഈ 3 ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുസന്നിഫ് ആ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അതിൽ വളരെ ഭംഗിയായിക്കൊണ്ട് ഈ 3 തത്വങ്ങളും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പഠിപ്പിക്കുന്നുണ്ട്. ആ 3 തത്വങ്ങളിൽ 2ാമത്തെ തത്വമാണിത്, മാ ദീനുക എന്നുള്ളതായ ചോദ്യവുമായി ബന്ധപ്പെട്ട ഉത്തരം. വഹിയ മഅരിഫത്തുല്ലാഹ് വ മഅരിഫത്തു ദീനിഹി വ മഅരിഫത്തു നബിയ്യി. അതിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പരാമർശിക്കുന്ന 3 തത്വങ്ങൾ ഇതാണ്. ഒരടിമ അവൻ്റെ ദീനിനെ മനസ്സിലാക്കുക, അതേപോലെ തന്നെ റബ്ബിനെ മനസ്സിലാക്കുക, ദീനിനെ മനസ്സിലാക്കുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക. അതിൽ രണ്ടാമത് പറഞ്ഞതാണ് മാ ദീനുക എന്നുള്ളത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തിനാണ് ദീൻ എന്ന് പറയുന്നത്? ദീനിന് പൊതുവെ ശരീഅത്തിൻ്റെ ഭാഷയിൽ രണ്ട് അർത്ഥങ്ങൾ നൽകപ്പെടലുണ്ട്. ഒന്ന്, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിൻ്റെ ഉടമസ്ഥൻ. അവിടെ ദീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിചാരണ എന്നുള്ള അർത്ഥത്തിനാണ്. വിചാരണ ചെയ്ത് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പോൾ അമലുകളുടെ പ്രതിഫലം എന്നുള്ളതിന് എന്ത് ചെയ്യും? ദീൻ എന്നുള്ള അർത്ഥം പറയും. എന്നാൽ പൊതുവെ ദീൻ എന്ന് നമ്മൾ പറയുന്ന മതം എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ദീൻ, അതിൻ്റെ വിവക്ഷ എന്താണ്? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദീനു, ദീൻ എന്ന് പറഞ്ഞാൽ ഹുവ മാ യുതഅബ്ബദു ബിഹി ലിൽ മഅബൂദ്. ഒരു കാര്യത്തിലാണ് ദീൻ എന്ന് പറയുന്നത്. ഏതാണത്? യുതഅബ്ബദു ബിഹി, അതുകൊണ്ട് ഇബാദത്ത് ചെയ്യപ്പെടും. ലിൽ മഅബൂദി, മഅബൂദിന്, ആരാധ്യന് ഏതൊരു കാര്യം കൊണ്ടാണോ ആരാധിക്കുന്നത്, അങ്ങനെ ആരാധിക്കുന്ന ആരാധനകൾക്കാണ് എന്തെന്ന് പറയുക? ദീൻ എന്ന് പറയുക. അപ്പോൾ ആരാധനകൾക്ക് ദീൻ എന്ന് പറയും. ഏതൊരു കാര്യം കൊണ്ടാണോ ആരാധ്യരെ ഇബാദത്ത് ചെയ്യപ്പെടുന്നത്, ആ കാര്യങ്ങൾക്ക്, അങ്ങനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ കാര്യങ്ങൾക്കാണ് ദീൻ എന്ന് പറയുന്നത്. വൽ മഅബൂദു ഇമ്മാ അൻ യകൂന മഅബൂദൻ ബിഹഖ്ഖിൻ വഹുവ അല്ലാഹു അസ്സ വജൽ. ആരാധ്യൻ ഒന്നുകിൽ ഹക്കായ നിലയിൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനാകാം. അതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വ ഇമ്മാ അൻ യകൂന മഅബൂദൻ ബിബാതിലിൻ, ചിലപ്പോൾ നിരർത്ഥകമായിക്കൊണ്ട് ബാത്തിലായി ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരാധ്യരുമുണ്ട്. വഹുവ കുല്ലു മഅബൂദിൻ സിവല്ലാഹി തആല, അത് അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതും ബാത്തിലായി ഇബാദത്ത് ചെയ്യപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക ബിഅന്ന അല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഹഖായി ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ. എന്നാൽ അവന് പുറമെ ഇബാദത്ത് അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാത്തിലായ നിലയിലുള്ളതാണ്. അപ്പോൾ ഇബാദത്തുകൾ അർപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതിനും എന്ത് പറയും? ദീനെന്ന് പറയും. അത് ഹക്കായ നിലയിൽ ഇബാദത്ത് ചെയ്യപ്പെടുന്ന അള്ളാഹുവിൽ അർപ്പിക്കുന്ന ഇബാദത്തുകളാകട്ടെ, അതേപോലെ തന്നെ ബാത്തിലായി ഇബാദത്തുകൾ ചെയ്യപ്പെടുന്നവർക്ക് അർപ്പിക്കുന്ന ഇബാദത്തുകളാകട്ടെ, അതിനെല്ലാം ഭാഷയിൽ എന്ത് തന്നെയാണ് പറയുക? ദീൻ എന്ന് പറയും. ഫകുല്ലു മാ യതഅബ്ബദു ബിഹിൽ ഇൻസാനു ഫകുല്ലു മാ യതഅബ്ബദു ബിഹിൽ ഇൻസാനു യുഖാലു അൻഹു ദീൻ. അപ്പോൾ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു കാര്യത്തെ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം എന്താണ്? അതിന് ദീൻ എന്ന് പറയും. വയദ്ഖുലു ഫീ ദാലികൽ അദിയാനുൽ ബാത്തിലതു വൽ മൻസൂഖ, അതിൽ ബാത്തിലായ നിരർത്ഥകമായി പോയിരിക്കുന്ന അല്ലെങ്കിൽ ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായ ദീനുകളും അതിൽ പെടും. അതും എന്താണ്? ഈ പറയുന്ന ഇബാദത്ത് ചെയ്യപ്പെടുവാൻ ഉപയോഗിക്കുന്ന ചില പ്രവർത്തികളാണ്. അതുകൊണ്ട് അതും അതിനകത്ത് പെടും. എന്നാൽ വഖദ് അർസലല്ലാഹു നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഹുദ വദീനിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹുദയും ദീനുൽ ഹഖുമായി കൊണ്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹുവല്ലദീ അർസല റസൂലഹു, അവൻ തൻ്റെ റസൂലിനെ അയച്ചവനാണ്. എങ്ങനെയാണ് അയച്ചത്? ബിൽ ഹുദാ വദീനിൽ ഹഖ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹുദയാണ്, മറ്റൊന്ന് ദീനുൽ ഹഖാണ്. എന്തിനാണ് അയച്ചത്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ആ ദീനിനെ മറ്റുള്ള ദീനുകളുടെ മേൽ അതിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ വിജയിച്ചടക്കാൻ വേണ്ടിയിട്ട്. വലോ കരിഹൽ മുശ്രിക്കുൻ, മുശ്രിക്കീങ്ങൾ അതിനെ എത്ര വെറുത്താലും ശരി. ഇവിടെ വൽ ഹുദ, ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൽമുൻ നാഫിയ, പ്രയോജനകരമായ ഇൽമിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയെന്ന് പറയുന്ന ഹുദ ഏതാണ്? പ്രയോജനകരമായ ഇൽമാണ്. മറ്റൊന്ന് ദീനുൽ ഹഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവൽ അമലു സ്വാലിഹ്, സ്വാലിഹായ കർമ്മങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിന് അർപ്പിക്കേണ്ട, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, ആ അള്ളാഹു ആരാണ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈമാൻ എന്താണ്, ആഖിറ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാനങ്ങൾ, അള്ളാഹുവിന് എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ, ഇഷ്ടം കിട്ടണമെങ്കിൽ ഏത് രീതിയിലാണ് ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത്, അതാണെന്ത്? ദീനുൽ ഹഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൽമുൻ നാഫിഉം അതേപോലെ തന്നെ അമലുൻ സാലിഹും, ഇത് രണ്ടുമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അതാണ് ഈ പറയുന്ന ഹുദയും ദീനുൽ ഹഖും കൊണ്ടുള്ളതായ ഉദ്ദേശം. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഫി സ്വഹീഹൈൻ അന്ന റജുലൻ മിനൽ യഹൂദി ഖാല ലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ജൂതന്മാരിൽപ്പെട്ട ഒരു മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു,
യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറെ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങളുടെ കിതാബിൽ നിങ്ങൾ വായിക്കുന്ന ഒരു ആയത്തുണ്ട്. ലൗ അലൈന മഅശറൽ യഹൂദി നസലത്ത്, അത് ഞങ്ങൾ ജൂത സമൂഹത്തിൻ്റെ മേലാണ് ഇറങ്ങിയിരുന്നത് എങ്കിൽ ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഈദ, അത് ഇറങ്ങിയ ആ ദിവസത്തെ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? പെരുന്നാളാക്കുമായിരുന്നു, ആഘോഷമാക്കുമായിരുന്നു. ഖാൽ അയ്യു ആയ, അപ്പോൾ വെറുതെ തന്നെ ചോദിച്ചു ഏതാണ് ആയത്ത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ സമ്പൂർണ്ണമാക്കി നൽകിയിരിക്കുന്നു, എൻ്റെ അനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ പൂർണ്ണമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ ആയത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ട മാത്രയിൽ പറഞ്ഞു ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, അത് അവതരിച്ച ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് അത് അവതരിച്ചത് എന്നും ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫത യൗമൽ ജുമുഅ, ഒരു അറഫ ദിനം, അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അറഫ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഫൽ യഹൂദിയു, ഇത് പറയാനുള്ള കാരണം ഫൽ യഹൂദിയു അദ്റക ഹാദൽ ഫദ്ലൽ അദീം അല്ലദീ തഫദ്ദല അല്ലാഹു തആല ബിഹി അലാ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഈ ജൂതൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആ ശ്രേഷ്ഠതയെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ ഇനി എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി വാങ്ങാൻ, അവൻ്റെ ഇഷ്ടം ലഭിക്കാൻ എങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കണം, എങ്ങനെ ഇബാദത്തുകൾ ചിട്ടപ്പെടുത്തണം എന്നത് പഠിപ്പിക്കുന്ന സമ്പൂർണ്ണമായ ദീനായിട്ട് അള്ളാഹു ഇതിനെ ചെയ്തിരിക്കുന്നു, പൂർത്തിയാക്കി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകപ്പെട്ട ശ്രേഷ്ഠതയാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്ത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ദൂതനാണെന്ന്. അവർക്ക് അവരുടെ മക്കളെ തിരിച്ചറിയുന്നതിനേക്കാൾ ഭംഗിയായി അവർക്കറിയാമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് അവർ മുശ്രിക്കീങ്ങളുമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അവർ അഭിമാനം പറയുമായിരുന്നു. ഇവർ തമ്മിൽ അടക്കം ചില സംഘർഷങ്ങളുണ്ടാകും. അപ്പോൾ മക്ക മുശ്രിക്കുകൾ പറയും ഞങ്ങൾ എന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പാരമ്പര്യ മതത്തിലുള്ളവരാണ്. അപ്പോൾ ജൂതന്മാർ പറയുന്നതാണ് ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ഇനി തൗറാത്തിൽ പറയപ്പെട്ട ഒരു അന്തിമ റസൂൽ വരാനുണ്ട്, അപ്പോൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യും? ഏറ്റുമുട്ടും, നിങ്ങളെ പരാജയപ്പെടുത്തും എന്ന് പറയലുണ്ടായി എന്നാണ് ഖുർആൻ തന്നെ പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ദീനിനെ അള്ളാഹു മനുഷ്യർക്ക് ഭൂമിയിൽ അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ശരീഅത്ത് സമ്പൂർണ്ണമായിരിക്കുകയാണ്. ഇത് ഈ ഉമ്മത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വലിയ ഫളുലാണ്, ശ്രേഷ്ഠതയാണ് എന്നാര് തിരിച്ചറിഞ്ഞു? ജൂതന് വരെയും മനസ്സിലായി എന്നുള്ളതാണ്. മുസന്നിഫ് പറയുകയാണ് ഫൽ ഇസ്ലാമു ദീനുൻ അക്മലഹു അല്ലാഹു തആല ബിനഫ്സി, ഇസ്ലാം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെ സമ്പൂർണ്ണമാക്കിയ ദീനാണ്. വഅതമ്മ ബിഹി നിഅമ, അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹത്തെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. വറദിയഹു ലനാ ദീന, അവൻ നമുക്ക് ദീനായിക്കൊണ്ട് ഇസ്ലാമിന് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഫകൈഫ ലിൽ ആഖിലി അൻ യബ്ഹസ അൻ ഗൈരി ഹാദ ദീൻ, ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാത്ത വേറൊരു ദീനിനെ തേടുക എന്നുള്ളത് എപ്രകാരമായിരിക്കും? ചിന്തിക്കാൻ തന്നെ സാധിക്കുകയില്ല. ജൂതന് വരെയും മനസ്സിലായി ഈ ദീനിൻ്റെ മഹത്വം എന്താണ് എന്ന്, അതിൻ്റെ പ്രത്യേകത അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അവരുടെ അഹങ്കാരം നിമിത്തം അവർ അവരുടെ വംശത്തിൻ്റെ അതിനോടുള്ളതായ അന്ധമായ കടപ്പാട് അത് നിമിത്തം എന്ത് ചെയ്തില്ല? ഖുറൈശികളിൽ അറബികളിൽ വന്നിരിക്കുന്ന ഈ റസൂലിനെ അംഗീകരിക്കാൻ അവർ സന്നദ്ധരായില്ല. പക്ഷെ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇതെന്താണ്? ഹക്കായ ദീനാണ്, ഇത് സമ്പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണെന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. പക്ഷേ കസീറും മിനൻ നാസി യഅ്തസ്സു ബിബലദിൻ, ധാരാളം ആളുകൾ അവരുടെ രാജ്യത്തെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതാപം നടിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന നാട്ടുകാരനാണ്, ഇന്നതാണ് ഞങ്ങളുടെ രാജ്യം. അതിൻ്റെ പേരിൽ വലിയ രീതിയിൽ എന്ത് ചെയ്യും? അഭിമാനം കൊള്ളുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഔ ബി ഖബീലത്തിൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഗോത്രത്തിലുള്ളവനാണ്, ഇന്ന വംശമാണ് എൻ്റേത് എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കുന്ന ആളുകളുണ്ട്.
ഔ ബിജിൻസിൻ ഔ ബിഷഹാദത്തിൻ, അല്ലെങ്കിൽ വർഗത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷഹാദത്തുകളുടെ സാക്ഷ്യങ്ങളുടെ പേരിൽ, സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ, കോഴ്സ് പഠിച്ചയാളാണ് ഞാൻ എന്നല്ല, ഇങ്ങനെ പല പല കാര്യങ്ങളിൽ ആളുകൾ അഭിമാനിക്കലുണ്ട്. ലാകിന്നഹു യഗ്ഫലു അൻ അൽ-ഇഅ്തിസാസ് വൽ ഇഫ്തിഖാർ ബിഹാദിഹി നിഅമത്തി അൽ-അദീമ. ഈ വലിയ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഫഖർ നടിക്കാൻ, ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രതാപത്തിൻ്റെ നിദാനം എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ സന്നദ്ധരാകുന്നില്ല, അവരതിൽ അശ്രദ്ധരായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണിത്. ആഖിർ ഉമ്മത്താണ്, ദീൻ സമ്പൂർണ്ണമാക്കപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇതോടെ പരിപൂർണമാക്കിയിരിക്കുന്നു. ഇനി ഖിയാമത്ത് നാൾ വരെ മറ്റൊരു സന്ദേശം ലഭിക്കാനില്ല. ഭൂമിയിൽ ഇനി നിങ്ങൾ ആചരിക്കേണ്ട നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വഹി ഒരു പുതിയ ശരീഅത്ത് വരാനില്ല. ആ രീതിയിൽ സമ്പൂർണ്ണമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈസാ അലൈഹിസ്സലാം വന്നാൽ വരെയും ഈ സമ്പൂർണ്ണമാക്കപ്പെട്ട ഈ ശരീഅത്ത് വെച്ചാണ് ചെയ്യുക, വിധി കൽപ്പിക്കപ്പെടുക. അപ്പോൾ ഇത് വലിയ മഹത്വമുള്ള കാര്യമാണ്. എന്നിട്ടും ഇതിൽ അഭിമാനം കൊള്ളാതെ വേറെ പല കാര്യങ്ങളിലും അഭിമാനം കൊണ്ടിരിക്കുകയാണ്. വേറെ പല മനുഷ്യനിർമ്മിത തത്വങ്ങൾ, അതാണ് മഹത്വമേറിയത്. അല്ലെങ്കിൽ ഈ നാട്ടിൽ ഇന്നതാണ് കൂടുതൽ അനുയോജ്യം, ഈ നാട്ടിൽ ഇന്ന നിയമത്തേക്കാൾ നല്ലത്, അള്ളാഹുവിൻ്റെ ഈ നിയമത്തേക്കാൾ നല്ലത് ഈ നിയമമാണ് എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട്. ഇസ്ലാമിക പ്രബോധകർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ വരെയും എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മനുഷ്യരുടെ ബുദ്ധിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, ബുദ്ധി കൊണ്ട് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന പല പ്രത്യയശാസ്ത്രങ്ങളും പല ചിന്താധാരകളും, ഇതാണ് കൂടുതൽ ഇങ്ങനെ വ്യത്യസ്ത സമൂഹങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഈ തത്വമാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ആളുകളുണ്ട്. നഅൂദുബില്ലാ, വളരെ ആശ്ചര്യകരമാണ്. ഇസ്ലാം ഏത് സമൂഹത്തിലേക്കും ഏറ്റവും അനുയോജ്യമായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിർമ്മിച്ചിരിക്കുന്നത്, സമ്പൂർണ്ണമാക്കിയിരിക്കുന്നത്. ഖിയാമത്ത് നാൾ വരെയും വേറൊരു റസൂലിന് വരാനില്ല, വേറൊരു ശരീഅത്ത് ആവശ്യമില്ല. ആ രീതിയിൽ അള്ളാഹു ഇതിനെ സമ്പൂർണ്ണമാക്കിയിട്ടുണ്ട്. അല്ല, ഈ നാട്ടിൽ അള്ളാഹു ഇറക്കിയിരിക്കുന്ന നിയമത്തേക്കാൾ നല്ലത് ഇന്നതാണ് എന്നൊരാൾ പറയുമ്പോൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദൂതനായിട്ട് യഥാർത്ഥത്തിൽ അവൻ അംഗീകരിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഈ നാട്ടിലേക്ക് അനുയോജ്യമായ വേറൊരു നിയമവുമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു നബി വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ വേറൊരു കിതാബ് ഇറങ്ങേണ്ടതുണ്ട് എന്നാണ് അവൻ്റെ വാദം യഥാർത്ഥത്തിൽ. കാരണം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഈ ശരീഅത്ത്, ഈ ദീൻ, അത് സമ്പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്നത് പോലെയാകും. എന്നാൽ അള്ളാഹു പറയുകയാണെന്ത്? ഈ ദീൻ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും ആളുകൾ അഭിമാനം കൊള്ളുന്നു. എന്നാൽ ഈ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ദീനിനെ കൊണ്ട് ഫഖർ നടിക്കാൻ ഒരാൾ എന്ത് ചെയ്യുന്നു? മറന്നുപോകുന്നു. വഹിയൽ ഇൻതിസാബു ലിദീനിൽ ഇസ്ലാം, ദീനിൽ ഇസ്ലാമിലേക്ക് ചേർന്നുകൊണ്ട് ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നതായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടയാളാണ് എന്ന് പ്രത്യക്ഷമായി പ്രകടിപ്പിക്കേണ്ടവനാണവൻ. പക്ഷെ അതിനെന്ത് ചെയ്യുന്നു? ആളുകൾ മറന്നുപോകുന്നു പലപ്പോഴും. എന്ന് മാത്രമല്ല, ഞാൻ മുസ്ലിമാണെന്ന് മറ്റുള്ളവരോട് പരസ്യമായി പ്രകടിപ്പിക്കാതിരിക്കാൻ എന്തെല്ലാം മാർഗമുണ്ടോ അതാണ് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുക? നോക്കുക, പേരിടുന്നു ഒരു കുട്ടിക്ക്, അപ്പം തന്നെ പലപ്പോഴും ആളുകൾ പ്രത്യക്ഷത്തിൽ മുസ്ലിമാണെന്ന് അറിയരുത്, അങ്ങനെയുള്ള പല പല പേരുകളാണ് ആളുകൾ എന്ത് ചെയ്യുക? ഇടുക. കാരണം ഇവന് എന്തെങ്കിലും പൊതുവിടങ്ങളിൽ പോകുമ്പോൾ അവൻ്റെ പേര് കൊണ്ട് അവനെ എന്ത് ചെയ്യപ്പെടാൻ പാടില്ല, മാർക്ക് ചെയ്യപ്പെടാൻ പാടില്ല, അവനെ ഒറ്റപ്പെടുത്തപ്പെടാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ അതിനെ ആളുകൾ ചെറുതായി കാണുന്ന ഒരവസ്ഥയിലേക്ക് വരെ ചെയ്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം എത്തിയിട്ടുണ്ട്, മുസ്ലിം ഉമ്മത്തിനെ തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അഭിമാനമായി കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മുസ്ലിമാണെന്ന് പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ അടയാളങ്ങൾ നമ്മളുടെ വേഷങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ നോട്ടത്തിലും എല്ലായിടത്തും ചെയ്യണം. ഞാൻ മുസ്ലിമാണെന്ന് അറിയിക്കുന്നതായ, അതിൽ അഭിമാനം കൊള്ളുന്നതായ ഒരവസ്ഥ മുസ്ലിമീങ്ങൾക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. വലിദാലിക അലൽ മുസ്ലിമി അൻ യഅരിഫ ഖീമത ഹാദ ദീൻ, അതുകൊണ്ട് ഈ ദീനിൻ്റെ ഖീമത്ത്, അതിൻ്റെ മൂല്യത്തെ സംബന്ധിച്ച് തിരിച്ചറിയൽ ഒരു മുസ്ലിമിന് അനിവാര്യമാണ്. അല്ലദീ റസഖഹു അല്ലാഹു തആല ഇയ്യാ, അള്ളാഹു ഇവന് നൽകിയിരിക്കുന്ന വലിയൊരു റിസ്ക്കാണിത്, ദീൻ മുറുകെ പിടിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകുന്നതിനേക്കാൾ, നമുക്ക് വെള്ളം നൽകി, നമുക്ക് വായു നൽകി, ജീവിക്കാനുള്ള മറ്റുള്ള ജീവിത വിഭവങ്ങളെല്ലാം നൽകി, അതിനേക്കാൾ വലിയ റിസ്ക്കാണെന്ത്?
നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ അതിനെ അനുസരിക്കാൻ അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതിൻ്റെ ഫളിനാൽ നമുക്ക് നൽകിയിരിക്കുന്നതാണ്. വഹുരിമ മിൻഹു അക്സറുൻ നാസ്, അധിക ജനങ്ങൾക്കും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഈ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരിൽ അധികവും ഈ അനുഗ്രഹം ലഭിക്കാത്തവരാണ്. ലിഅന്ന അല്ലാഹ അസ്സ വജല്ല യഹ്ദി മൻ യശാ, കാരണം അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുക? ഹിദായത്ത് കൊടുക്കുക. വയഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് പാപമോചനം കൊടുക്കുക. വയുവഫ്ഫിഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് നന്മയിലേക്കുള്ളതായ ഉദവി കൊടുക്കുക. വയർഹമു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ കാരുണ്യം കൊടുക്കുക. ഫഖ്താറക വസ്തഫാക മിൻ ബൈനിൽ ഖൽഖ്, കോടാനുകണക്കിന് മനുഷ്യരിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവൻ്റെ റഹ്മത്ത് ലഭിക്കാൻ, മഗ്ഫിറത്ത് ലഭിക്കാൻ, അവൻ്റെ ഹിദായത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരഞ്ഞെടുത്തതാണ്. മുസ്ലിമാക്കി എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് എന്ത് ചെയ്തിരിക്കുന്നു? അഹ്ലുസുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അഹ്ലുസുന്നയുടെ വക്താവായി മാറാൻ സാധിക്കുക, അതിലേക്ക് ചേർത്ത് പറയാൻ സാധിക്കുക, ഇത് ഇത്രയോ വലിയ അനുഗ്രഹമാണ്. മുസ്ലിമായി എന്നുള്ളതിനേക്കാൾ അപ്പുറം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനും അതിനെ ആചരിക്കാനും സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ അനുഗ്രഹമാണ്. വഖദ് കാന അബൂ ത്വാലിബിൻ അമ്മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് പറയുമായിരുന്നു, വദഅൗതനി വഅലിംതു അന്നക നാസിഹി ഫലഖദ് സ്വദഖ്ത വകുന്ത ഖിദ്മ അമീന. നബിയോടൊക്കെ പറയുന്നതാണ്, താങ്കൾ എന്നെ ക്ഷണിക്കുന്നുണ്ട് ഇസ്ലാമിലേക്ക്, താങ്കൾ എനിക്കറിയാം, താങ്കൾ എന്നോട് ഗുണം കാക്ഷിക്കുന്നയാളാണ്, എനിക്ക് നന്മ വരണമെന്നുള്ളതാണ് താങ്കളുടെ ഉദ്ദേശമുള്ളൂ എന്നുള്ളത് എനിക്കറിയാം, താങ്കൾ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം, താങ്കൾ പണ്ടേ മുതൽ അമീനാണ്, സത്യമാത്രം പറയുന്നവനാണ്, വിശ്വസിക്കാൻ പറ്റുന്നവനാണ് എന്നുള്ള ബോധം എനിക്കുണ്ട്. താങ്കൾ എൻ്റെ മുന്നിൽ ഒരു ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എനിക്കറിയാം അത് ലോകത്തുള്ള മുഴുവൻ ദീനുകളെക്കാൾ ഹൈറായതാണ് എന്നുള്ള ബോധം എനിക്കുണ്ട്. ലൗലൽ മലാമത്തു ഔ ഹദാരി സുബ്ബത്തിൻ ലവജദ്തനി സംഹം ബിദാക മുബീന. ആളുകളുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ആ ദീനിനെ സമ്പൂർണമായി ഞാൻ അനുസരിക്കുന്നതായിട്ട് നിനക്കെന്നെ കാണാമായിരുന്നു എന്നാര് പറയുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമായിരുന്നു, വമഅ ഇൽമിഹി ബിസുദ്ഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബാ അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടെന്നിരിക്കെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എന്ത് ചെയ്തില്ല? അദ്ദേഹം കൂട്ടാക്കിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണെന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുകയില്ല എന്നുള്ള ബോധവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിച്ചില്ല. ഇത് അള്ളാഹു അവൻ്റെ അപാരമായ ഫദ്ല് കൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടവർക്ക്, തൃപ്തിപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് എന്നാണ് ഇത് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം കടപ്പെട്ടിരുന്ന ഒരാളാണ് ആര്? അബൂ ത്വാലിബ്. 8ാമത്തെ വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തി കൊണ്ടുവന്നയാളാണ് അബൂ ത്വാലിബ്, പിതൃവ്യൻ. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും ആക്രമിക്കാൻ മുതിരുമ്പോഴെല്ലാം അവിടെ പ്രതിരോധിച്ചിരുന്നത്, തടസ്സം നിന്നിരുന്നത് ആരാണ്? അബൂ ത്വാലിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും 3 വർഷത്തോളം ഉപരോധിക്കുകയുണ്ടായി ഷഅബ് അബൂ ത്വാലിബിന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നു അബൂ ത്വാലിബ്. ഈ അബൂ ത്വാലിബിന് അള്ളാഹു നൽകിയില്ല ഈ പറയുന്ന ഹിദായത്ത്, ഈ ദീൻ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. എത്ര വലിയ അനുഗ്രഹമാണ്! കമാ ജാഅ ഫിൽ ഹദീസ് അന്ന അബൂ ത്വാലിബിൻ ലമ്മാ ഹദറത്തുൽ വഫാത്ത്. ഹദീസിൽ കാണാം, അബൂ ത്വാലിബിന് മരണമാസന്നമായപ്പോൾ ദഖല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദഹു അബൂ ജഹ്ലിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അബൂ ജഹൽ അവിടെയുണ്ട്. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഐ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. അല്ലയോ പിതൃവ്യ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേ, ഞാൻ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം പറയാം, താങ്കളൊന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ പറഞ്ഞുകൊള്ളാം നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ജഹൽ പറഞ്ഞു, ഫഖാല അബൂ ജഹൽ വ അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യ, അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യയുമുണ്ട്. അവർ പറഞ്ഞു, യാ അബാ ത്വാലിബ് തർഗബു അൻ മില്ലത്തി അബിൽ മുത്തലിബ്.
അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ പാരമ്പര്യ മതത്തെ വിട്ടു പോകാനാണോ താങ്കൾ ഇഷ്ടപ്പെടുന്നത്? ഇതിനെ വിട്ടു പോകാൻ താങ്കൾ ആഗ്രഹിക്കുകയാണോ? ഫലം യസാലാ യുകല്ലിമാനി, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ ഖാല ആഖിറ ഷൈഇൻ കല്ലമഹും ബിഹി, അങ്ങനെ അവരോട് അബൂ ത്വാലിബ് അവസാനം സംസാരിച്ചത് ഇങ്ങനെയാണ്: അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലായിക്കൊണ്ടാണ് എന്നുള്ള നിലയിലാണ് എന്ത് ചെയ്തത്. ഇത് വലിയൊരു പാഠമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ആരെയാണ് നമ്മുടെ സഹവാസികളായി സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൽ വലിയൊരു പാഠം ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അബൂ ത്വാലിബ് സത്യം നല്ല ബോധമുണ്ടായി, നല്ല തിരിച്ചറിവുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ദീൻ സത്യമാണെന്നുള്ള പൂർണ്ണ ബോധമുള്ളതിനോട് കൂടെ തന്നെ ഈ പറയുന്ന നജസുകളെ എന്ത് ചെയ്തു? കൂട്ടത്തിക്കൂട്ടി. അത് വലിയ അബദ്ധമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? മാറി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുമ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്? തടസ്സമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹക്കിലേക്ക് തടസ്സമുണ്ടാക്കും പലപ്പോഴും ഇത് ബാത്തുലിൻ്റെ ആളുകൾ. അവരുമായുള്ള സഹവാസം ഒരു മനുഷ്യൻ എന്ത് ചെയ്തേക്കാം? നരകത്തിൻ്റെ വക്താവായി മാറ്റിയേക്കാം എന്നുള്ളതിന് വലിയ പ്രകടമായ ഒരു ഉദാഹരണമാണെന്ത്? അബൂ ത്വാലിബിൻ്റെ ഈ പറയുന്ന സംഭവം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോൾ, ലഅസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻഹു, എന്നോട് വിലക്കപ്പെടുന്നത് വരെയും ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, ഒരു നബിക്കോ വിശ്വാസികളായവർക്കോ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാപമോചനം നടത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വലൗ കാനു ഉലി ഖുർബ, അവർ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിൻ്റെ ആളുകളായിക്കൊണ്ടാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് ബോധപ്പെട്ട് കഴിഞ്ഞാൽ, ബോധ്യമുണ്ട് എങ്കിൽ പിന്നെ ചെയ്യാൻ പാടില്ല, അവർക്ക് വേണ്ടി പാപമോചനം പാടില്ല എന്നുള്ളായിത്തിറങ്ങി. വീണ്ടും അള്ളാഹു ആയിത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല, താങ്കൾക്ക് സാധിക്കൂല. അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യുക? ഹിദായത്ത് കൊടുക്കുന്നത് എന്ന ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ഫഹാദ അമ്മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫി അസ്രി, ഇത് നബിയുടെ പിതൃവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടക്കാരനാണ്. വമുസ്ലി, നബിയുടെ അടുത്ത് ജീവിച്ചയാളാണ്. നബിയുടെ കൂടെ ഒരേ പട്ടണത്തിലാണ് അവർ ജീവിക്കുന്നത്. വമഅ ദാലിക ലം യുവഫിഖുല്ലാഹു തആല ലിൽ ഇസ്ലാം, അതിനോട് കൂടെ തന്നെ എന്ത് ചെയ്തില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് കൊടുത്തില്ല, ഇസ്ലാമിലേക്ക് കടക്കാനുള്ളതായ തൗഫീഖ് അള്ളാഹു നൽകിയില്ല. വഅൻത ലസ്ത ഫി അസ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഫി മുസ്ലി, നീയാകട്ടെ നബിയുടെ കാലത്ത് ജീവിച്ചയാളല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചയാളുമല്ല നീ. വലം തറഹു, നീ നബിയെ കണ്ടിട്ടില്ല. വലസ്ത മിൻ ഖറാബത്തിഹി, നബിയുടെ കുടുംബത്തിൽപ്പെട്ടയാളല്ല നീ. വബൈനക വബൈനഹു ഖുറൂനുൻ, നിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ ധാരാളം നൂറ്റാണ്ടുകളുണ്ട്. വമഅ ദാലിക തഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനോട് കൂടെ തന്നെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുന്നുണ്ട്. മുൻശരിഹൻ ബിദാലിക സദ്റുക്, ഹൃദയ വിശാലതയോടുകൂടി നീ എന്ത് ചെയ്യുന്നുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട് എങ്കിൽ ഫലാ ബുദ്ദ അൻ നസ്തശിഅറ ഹാദിഹി നിഅമത്തൽ അദീമ, ഇത് വലിയ ഒരു നിഅമത്താണ് എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? അനിവാര്യമായും നീ തിരിച്ചറിയണം. വഅൻ നശ്കുറ അല്ലാഹ തആല അലൈഹ, അതിന് അള്ളാഹുവിന് നീ ശുക്ർ ചെയ്യുകയും വേണ്ടതുണ്ട്. വനതമസ്സക ബിഹാ വനഹറുസ അലൈഹ, അത് മുറുകെ പിടിക്കുകയും അതിൽ അതീവ തൽപരനായി തുടരുകയും ചെയ്യുക എന്നുള്ളത് നിനക്കെന്താണ്? അനിവാര്യമാണ്. അതാണ് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇത് നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിന് നൽകപ്പെടാത്തതായ ഈ സൗഭാഗ്യം നിനക്ക് ലഭിച്ചപ്പോൾ നീ അതിന് നന്ദി രേഖപ്പെടുത്തുക, അതിൻ്റെ വില എത്രയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് വേണ്ട രീതിയിൽ ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട്, കൈകാലുകൾ കൊണ്ട് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. ഇനി അസ്സുആലു അത്താസിഉ വൽ 29ാമത്തെ ചോദ്യം, മാ മഅനൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ദീനുക, എന്താണ് ദീൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദീനിൽ ഇസ്ലാം, ഇസ്ലാമാണ്. ഇനി ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുള്ള ഉത്തരം അതിന് ഉലമാക്കൾ നൽകിയിരിക്കുന്ന നിർവചന പ്രകാരമാണ്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ് ശിർക്കി വ അഹ്ലി. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അതിൻ്റെ നിർവചനത്തിലുള്ളത്. ഒന്ന്,
അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദിന് കീഴ്പ്പെടലാണ്, തൗഹീദ് അംഗീകരിക്കലാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ, നിരോധനങ്ങളെ നിന്ന് വെടിയുന്നതിലൂടെ അള്ളാഹുവിന് കീഴ്പ്പെടുക, അനുസരണം പ്രഖ്യാപിക്കുക. തൗഹീദ് മനസ്സിലാക്കുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, വിരോധനങ്ങളിൽ നിന്ന് മാറിയിരിക്കുക. അതുപോലെ വൽ ബറാഅത്തു മിന ശിർക്കി വഅഹ്ലി, ശിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും പാലിക്കേണ്ട അകൽ എന്ത് ചെയ്യുക, പാലിക്കുക. ഇതാണ് ഇസ്ലാം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുസന്നിഫ് പറയുന്നു, അൽ ഇസ്ലാമു ഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹ് വൽ ഖുദൂഉ ലഹു വൽ ഉബൂദിയ്യതു ലഹു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് കീഴ്പ്പെടലാണ്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹ് എങ്ങനെയാണ്? വൽ ഖുദൂഉ ലഹു, അവന് എന്ത് ചെയ്യുക, താഴ്മ കാണിക്കുക, അവൻ്റെ മുന്നിൽ വിനയം പ്രകടിപ്പിക്കുക, അവൻ്റെ മുന്നിൽ അടിമത്വം കാണിക്കുക. അള്ളാഹു എൻ്റെ റബ്ബാണ്, ഞാൻ അവൻ്റെ എളിയനായ ദാസനാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ നാം നിന്ദ്യരാണെന്ന ബോധം അല്ലെങ്കിൽ നിസ്സാരക്കാരാണെന്നുള്ള ബോധം പ്രകടിപ്പിക്കുക. ഇതിനാണ് ഇബാദത്ത് എന്ന് പറയുക. ഇബാദത്ത് രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ്. ഒരാൾ സ്നേഹത്തോടെ എന്ത് ചെയ്യുന്നു, മറ്റൊരാളുടെ മുന്നിൽ അങ്ങേയറ്റത്തെ വിനയം കാണിക്കുന്നുണ്ട് എങ്കിൽ, നിസ്സാരത കാണിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഇത് പറയുക, ഇബാദത്ത് എന്ന് പറയുക. ഈ രണ്ട് എവിടെയാണോ ഒരുമിച്ച് കൂടുക, രണ്ട് കാര്യങ്ങൾ, അവിടെയാണ് എന്തുണ്ടാവുക, ഇബാദത്ത് ഉണ്ടാവുക. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ വിനയാന്വിതനാവുക, അങ്ങേയറ്റത്തെ സ്നേഹത്തോട് കൂടിയിട്ട്, ബഹുമാനത്തോട് കൂടിയിട്ട്. വൽ ഇസ്ലാമു ലഹു തുലാഖാൻ, രണ്ട് രീതിയിൽ ഈ ഇസ്ലാം എന്നുള്ള വാക്കിന് രണ്ട് പ്രയോഗതലങ്ങളുണ്ട്. ഒന്ന് അൽ ഇസ്ലാമുൽ ആം, പൊതുവെ ജനറലായിക്കൊണ്ട് ഇസ്ലാം എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അത് വഹുവൽ ഇസ്തിജാബത്തു വൽ ഇസ്തിസ്ലാമു ലി അംരില്ലാഹി തബാറക വ തആല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഞാൻ കീഴൊതുങ്ങുന്നു, അതിന് ഞാൻ വഴങ്ങുന്നു എന്നുള്ളതിന് പൊതുവെ എന്തെന്ന് പറയും, കീഴൊതുങ്ങുക, അനുസരിക്കുക എന്നുള്ള അർത്ഥത്തിന് ഇസ്ലാം എന്ന് പറയും പൊതുവെ. വഹുവല്ലദീ കാന അലൈഹിൽ അംബിയാഉ അലൈഹിമുസ്സലാം, മുഴുവൻ അംബിയാക്കളും അങ്ങനെയാണ്. ആ അർത്ഥത്തിൽ അതാരാണ്? മുസ്ലിമീങ്ങളാണ്. കമാ ഖാല തആല വനഹ്നു ലഹു മുസ്ലിമൂൻ, അവന് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവനെ ഞങ്ങൾ അനുസരിക്കുന്നവരാണ് എന്നുള്ള അർത്ഥത്തിൽ. വഖാല തആല അൻ മലികതി സബഈൻ, സബയിലെ രാജ്ഞിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, സുലൈമാനിനോടുകൂടെ അലൈഹിസ്സലാമിനോടുകൂടെ റബ്ബുൽ ആലമീൻ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് അനുസരണം പ്രഖ്യാപിക്കുക എന്നുള്ള അർത്ഥത്തിനാണ്. ഫഹാദ ദീനുൽ അംബിയാ ജമീഅ, അത് ഈ അർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത് മുഴുവൻ അമ്പിയാക്കളുടെയും എന്തായിരുന്നു, മതമാണ്, ദീനാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും നക്ഷത്രങ്ങളുടെയും സകല വസ്തുക്കളുടെയും ദീനാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നു എന്നുള്ളതായ അർത്ഥം അത് പൊതുവെ ജനറലായിട്ട് പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു ആശയമാണ്. എന്നാൽ അൽ ഇസ്ലാമുൽ ഖാസു, ഇവിടെ ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്നുള്ളതായി ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം വൽ മുറാദു ബിഹി അദ്ദീനുല്ലദീ അർസലല്ലാഹു ബിഹി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ദീനുമായിട്ടാണോ നിയോഗിച്ചത് ആ ദീൻ പ്രത്യേകം പറയുന്നതാണെന്ത്, ഇസ്ലാം എന്നുള്ളതായ പ്രയോഗം. അല്ലാഹു തആല പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇതാ ദീനിനെ കുറിച്ചാണ് പറയുന്നത്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്തതിനെ ദീനായിക്കൊണ്ട് ആരാണ് തിരഞ്ഞെടുക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആഗ്രഹിച്ചാൽ ഫലൻ യുഖ്ബല മിൻ, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആഖിറത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ശരീഅത്തിനെ കുറിച്ച് പ്രത്യേകം പറയുന്നതാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ റിസാലത്തിന് ശേഷം ഒരാൾ എന്ത് ചെയ്യുന്നു, ഈസാ അലൈഹിസ്സലാമിന് അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിരിക്കുന്ന ശരീഅത്തിന് അതേ രീതിയിൽ പിന്തുടരുന്നു. അവനെന്തെന്ന് പറയൂല, ഈ അർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുകയില്ല. കാരണം എന്താണ്? ഈ അർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിരിക്കുന്നതായ ഈ അന്ത്യമദീൻ ശരീഅത്തിനെ കുറിച്ച് പറയുന്നതാണ്. വഖാല തആല, അതിനെക്കുറിച്ച് വീണ്ടും അള്ളാഹു പറയുന്നുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ്. വഖാല തആല അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നുള്ള ഈ ആയത്തിൽ പറയുന്ന ഇസ്ലാം ആ പ്രത്യേക അർത്ഥത്തിലുള്ളതായ ഇസ്ലാമാണ്. അതായത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ശരീഅത്ത്. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് എന്നാണ് പറഞ്ഞത്. തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുക, അതിനാണ് എന്ന് പറയുന്നത്
ഇസ്ലാം. അതിൽ ഒന്നാമത്തെ ഘടകം അതാണ്. തൗഹീദ് ഇവിടെ 3 ഇനവും അതിൽപ്പെടും. തൗഹീദ് റുബൂബിയ്യത്ത് പെടും, ഉലൂഹിയ്യത്ത് പെടും, അസ്മാഉ സിഫാത്ത് പെടും. നമ്മൾ നേരത്തെ കഴിഞ്ഞു പോയതാണ്. റബ്ബ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനും അള്ളാഹു മാത്രമേ ഉള്ളൂ. അതാണ് തൗഹീദ് റുബൂബിയ്യത്ത്. അതേപോലെ തന്നെ റബ്ബ് ആരാണോ അവന് മാത്രമേ ഞാൻ ഇബാദാത്തുകൾ അർപ്പിക്കുകയുള്ളൂ. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത്. അതേപോലെ അള്ളാഹുവിന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന പേരുകളും നാമഗുണവിശേഷണങ്ങൾ ഇതിനെ യഥാവിധം അംഗീകരിക്കുക. അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് 3 എന്ത് ചെയ്യുക? അംഗീകരിക്കുക. തൗഹീദ് മുറുകെ പിടിക്കുന്നതിലൂടെ അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ്. വൽ ഈമാനു ബിൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിലുള്ള വിശ്വാസം. അൻ തഅതഖിദ അന്ന അല്ലാഹ വൽ മഖ്സൂദു ഹുനാ ഹുവ തൗഹീദുൽ ഉലൂഹിയ്യ. ഇവിടെ പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? തൗഹീദുൽ ഉലൂഹിയ്യാണ്. തൗഹീദുൽ ഉലൂഹിയ്യത്തിന് അംഗീകരിക്കുന്നതിനോടുകൂടെ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ കീഴ്പ്പെടുക എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക വരുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ എന്ന് നീ വിശ്വസിക്കലാണ്. ഫഹുവൽ ഇലാഹുൽ ഹഖ്, ഹക്കായ ആരാധ്യൻ അല്ലാഹ് മാത്രമാണ്. വകുല്ലു മാ ദൂനഹു മിമ്മാ യുത്തഖദു ഇലാഹൻ ഫഹു മഅബൂദുൻ ബിൽ ബാത്തിൽ. അവന് പുറമെ ആരാധ്യരായിട്ട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നവരഖിലവും ബാത്തിലാണ്. അത് ഇബാദത്തിന് അർഹതയുള്ളവരല്ല. കാരണം അങ്ങനെയുള്ള ആരാധ്യരാരും തന്നെ സൃഷ്ടാക്കളല്ല, എന്തെങ്കിലും ഉടമപ്പെടുത്തുന്നവരല്ല, ജീവിപ്പിക്കുന്നവരോ മരിപ്പിക്കുന്നവരോ അല്ല. അവർക്ക് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതിൽ യാതൊരു അവകാശവും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തിന് അർഹതയില്ലാത്തവരാണ് അവർ. ഹത്താ ലൗ കാന മിനൽ അംബിയാഇ വൽ മുർസലീൻ, അത് അംബിയാക്കളും മുസ്ലിങ്ങളുമാണെങ്കിൽ തന്നെയും ശരി, അവർക്ക് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും എന്തല്ല, അത് ബാത്തിലാണ്. അവൽ മലായിക്കത്തുൽ മുഖറബീൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ മലായിക്കത്തുകളെയാണ് അങ്ങനെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതെങ്കിലും അവരും എന്താണ്, അതും ബാത്തിലായ ആരാധ്യരാണ്. അല്ലെങ്കിൽ അവൽ ഔലിയാ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളാണെങ്കിലും അവിഷംസ്യ വൽ ഖമർ ഔഗൈദാലി, സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ ആരാണെങ്കിലും. ഫലൈസ ഹുനാക ഇലാഹുൻ യസ്തഹിഖുൽ ഇബാദത ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹമാകുന്ന ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല. ഇബാദത്തിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. വഹാദ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ വിവക്ഷ. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അപ്പോൾ ഇതാണ് ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ, അതിൽ അടങ്ങിയിരിക്കുന്ന നിർവചനത്തിൻ്റെ ഒന്നാമത്തെ ഘടകതാണ് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. ഇബാദാത്തുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നവരായ നിലയിൽ ചെയ്യുക, അള്ളാഹുവിന് കീഴ്പ്പെടുക. ഇതാണ്. മറ്റുള്ള തൗഹീദിൻ്റെ ഇനങ്ങളും അതിൽപ്പെടും. പക്ഷേ ഇതാണെന്ത്, അമ്പിയാക്കന്മാരുടെയും അവരുടെ ജനങ്ങളുടെയും ഇടയിൽ തർക്കമുണ്ടായിരുന്ന കാര്യം ഇതാണ്. അള്ളാഹു റബ്ബാണോ എന്നുള്ളതിലായിരുന്നില്ല തർക്കം. പിന്നെയോ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് കൊടുക്കേണ്ടത്, അതല്ല അള്ളാഹുവിന് പുറമെ മലായിക്കത്തിനും അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും വൃക്ഷങ്ങൾക്കും കല്ലുകൾക്കും കൊടുക്കും. ഇതിലായിരുന്നു എന്ത്, തർക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അംഗീകരിക്കുന്നതിനോടുകൂടെ അള്ളാഹുവിനെ അനുസരിക്കുക. അപ്പോൾ ഇസ്ലാമിൻ്റെ നിർവചനം അതിൽ ഒന്നാമത്തെ ഘടകം ഇതാണ്, തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുക. രണ്ടാമത്തെ കാര്യം വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ, അള്ളാഹുവിന് വഴിപ്പെടലാണ്. ഇൻഖിയാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കീഴൊതുങ്ങുക, ബിത്വാഅത്തി അവനനുസരിക്കുന്നത് കൊണ്ട്. അതായത് ഐ ബിഫിഅലി അവാമിരിഹി വജിത്തിനാബി നവാഹി, അവൻ്റെ കൽപ്പനകളെ പ്രവർത്തിക്കുന്നതിലൂടെ നിരോധിച്ച കാര്യങ്ങളെ വെടിയുന്നതിലൂടെ. കാരണം അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ അത്വീഉല്ലാഹ വ അത്വീഉർ റസൂൽ, നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണം. അപ്പോഴാണ് എന്താവുക, ദീൻ മുറുകെ പിടിച്ചവനാവുക. മറ്റൊരായത്തിൽ കാണാം, ഫഇദാ നഹൈതു, ഹദീസാണ്, ഫഇദാ നഹൈതുകും അൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുകും ബിഅംരിൻ ഫഅതു മിൻഹു മസ്തതഅതും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് നിരോധിച്ചാൽ നിങ്ങൾ അതിനെന്ത് ചെയ്യണം, മാറ്റിവെക്കണം, വെടിയണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യത്തെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ അനുസരണ എന്തിൽപ്പെട്ടതാണ്, ദീനിൽപ്പെട്ടതാണ്. ദീനിൻ്റെ നിയമങ്ങൾ അനുസരിക്കണം. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക, വിരോധിച്ച കാര്യങ്ങൾ വെടിയുക. ഇതാണ് ദീനിൽ രണ്ടാമത്തെ കാര്യം. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം വൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലി, ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും അകലം പാലിക്കലാണ്. ബറാഅത്ത് പറയലാണ്, ബന്ധം വിച്ഛേദിക്കലാണ്. യജിബു അലൽ മുസ്ലിമി അൻ യതബറഅ മിൻ അഅമാലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ പ്രവർത്തികളെ തൊട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിം നിർബന്ധമാണ്.
വഖ്വാലിഹിം അവരുടെ വാക്കുകൾ പ്രത്യേകമായ വാക്കുകൾ, വയാത്തഖദ ബുതുലാനഹ അത് ബാത്തുലാണെന്ന് ഉറപ്പായും വിശ്വസിച്ചിരിക്കണം. ഫയുവാലി അഹ്ലൽ ഈമാൻ ഈമാനിൻ്റെ ആളുകളുമായിട്ട് ഇവൻ ഉറ്റ ബന്ധം സ്ഥാപിക്കണം. അതിയായ സ്നേഹബന്ധം സ്ഥാപിക്കൽ എന്താണ്? മുഅ്മിനീങ്ങളോട് സ്ഥാപിക്കുക എന്നുള്ള നിർബന്ധമാണ്. വയർജു അൻ യകൂന ലഹും ദുഹൂറു അലാ അഅദാഇദ്ദീൻ അതേപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾക്കെതിരിൽ അവർക്ക് വിജയമുണ്ടാകണം എന്നാഗ്രഹിക്കുക എന്നുള്ളതും എന്താണ്? മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്. മുഅ്മിനീങ്ങൾ എപ്പോഴും വിജയിച്ചു നിൽക്കണം എന്നുള്ളതായിരിക്കണം എന്ത്? വിശ്വാസികളുടെ ആഗ്രഹം. പലപ്പോഴും പല ആളുകളും പല രീതിയിൽ എന്തെങ്കിലും തെറ്റായ വ്യാഖ്യാനങ്ങൾ പറയലുണ്ട്. എന്തെങ്കിലുണ്ട് പലപ്പോഴും കുഫാറുകളായ ആളുകളും മുഅ്മിനീങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ വരെയും അവിടെ എന്താണ് ഏതെങ്കിലും സങ്കുചിതമായ താല്പര്യങ്ങളുടെ പേരിൽ എന്ത് ചെയ്യുക, കുഫാറുകൾ ജയിക്കുന്നതിനെ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. മദീനയുമായി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കുഫാറുകൾ യുദ്ധം ചെയ്താൽ പോലും എന്ത് ചെയ്യണം, കുഫാറുകളുടെ കൂട്ടത്തിൽ നിൽക്കണം എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഇത് ദീനിന് വിരുദ്ധമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മുഅ്മിനീങ്ങളുടെ വിജയം ആഗ്രഹിക്കുക എന്നുള്ളതും എന്താണ്? ഈ പറയുന്ന മുവാലാത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയ്യു ഉറൽ ഈമാനി ഔസഖ് ഈമാനിൻ്റെ ഓരോ കെട്ടുകളുണ്ട്, അതിലേറ്റവും ബലിഷ്ഠമായ കെട്ട് ഏതാണെന്ന് നിനക്കറിയാമോ? ഈമാനിൻ്റെ കെട്ടുകൾ ഇങ്ങനെ പതിയെ പതിയെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നതാണ്. അതെന്ത് ചെയ്യും? ഖിയാമത്ത് നാളിലേക്ക് അടുത്ത് വരുമ്പോൾ ഓരോ കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞ് പോകും, ദുർബലപ്പെട്ടു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ബലിഷ്ഠമായ കെട്ട് ഏതാണ് എന്ന് എനിക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും നല്ല രീതിയിൽ അറിയുന്നവൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുവാദഅത്തു ഫില്ലാഹ് ഏറ്റവും ബലിഷ്ഠമായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക, വൽ മുആദാത്തു ഫില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുത വയ്ക്കുകയും ചെയ്യുക, വൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദേഷ്യവുമാണ്. ഇതാണ് ഏറ്റവും ബലിഷ്ഠമായത്. അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയെല്ലാം സ്നേഹിച്ചോ അവരെ സ്നേഹിക്കണം. അള്ളാഹു ഏതെല്ലാം കാര്യങ്ങൾ സ്നേഹിച്ചോ അവകളെ സ്നേഹിക്കണം. അള്ളാഹു അമ്പിയാക്കളെ സ്നേഹിച്ചിട്ടുണ്ട്, മലായിക്കത്തിനെ സ്നേഹിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മാതാപിതാക്കളെ അനുസരിക്കുക, നല്ല പ്രവൃത്തി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊന്നിനെ വെറുക്കുന്നുവോ, ആരെ വെറുക്കുന്നുവോ അവർ നമ്മൾ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇതാണ് ഏറ്റവും ബലിഷ്ഠമായത് ഈമാനിൻ്റെ കെട്ടുകളിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, വൽ മുഅ്മിനു അലൈഹി അൻ യുആദിയ ഫില്ലാഹ് വ യുവാലിയ ഫില്ലാഹ് ഒരു മുഅ്മിൻ നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ സ്നേഹബന്ധം സ്ഥാപിക്കുകയും അതേപോലെ തന്നെ ശത്രുത വച്ചു പുലർത്തുകയും ചെയ്യൽ. ഫഇൻ കാന ഹുനാക മുഅ്മിനുൻ ഫഅലൈഹി അൻ യുവാലിയഹു വ ഇൻ ളലമഹു നിൻ്റെ അടുത്തൊരു മുഅ്മിനുണ്ട്, ഒരുപക്ഷെ നിൻ്റെ അയൽവാസിയായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവനായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവനായിരിക്കാം, അവനെ നിനക്ക് സ്നേഹിക്കുന്ന നിർബന്ധമാണ്. ഒരുപക്ഷെ വൈനുബാലമഹു അവൻ നിന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ശരി, നിൻ്റെ 1,00,000 രൂപ അവൻ അന്യായമായിട്ട് കട്ടെടുത്തിട്ടുണ്ട്, എന്നാലും അവനോട് എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഈമാനിൻ്റെ മുവാലാത്ത് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അവൻ നിന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവനോട് ഈ പറയുന്ന സ്നേഹബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് നിനക്ക് നിർബന്ധമാണ്. കാരണം ഈ അക്രമം ഈമാനികമായി ഈ മുവാലാത്തിന് എന്ത് ചെയ്യുന്നില്ല? മുറിച്ചു കളയുന്നില്ല. അല്ലാഹു തആല പറയുന്നു, മുഅ്മിനീങ്ങളിൽ നിന്ന് 2 വിഭാഗം പരസ്പരം ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ സുലഹിലാക്കണം, അവരെ രഞ്ജിപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെ അവരുമായിട്ട് രഞ്ജിപ്പിലാക്കി അതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു? ഒരു വിഭാഗം മറ്റു വിഭാഗത്തിൻ്റെ മേൽ അതിക്രമം കാണിച്ചാൽ ആരാണോ അതിക്രമം കാണിക്കുന്നത് അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റുമുട്ടണം. അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? അവർ യുദ്ധം ചെയ്ത് തിരികെ കൊണ്ടുവരണം. അങ്ങനെ അവർ മടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ നീതിയുക്തം നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും മസ്ലഹത്തുണ്ടാക്കണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ അള്ളാഹു നീതി കാണിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നിട്ട് അള്ളാഹു ഒടുക്കം പറയുന്നത് മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ഫജഅലഹും ഇഖ്വതൻ മഅ വുജൂദിൽ ഖിതാലി വൽ ബഗി വൽ അംരി ബിൽ ഇസ്ലാഹി ബൈനഹും ഇവിടെ പരസ്പരം യുദ്ധം നടക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളുടെ ഇടയിൽ, മുഅ്മിനീങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടക്കുന്നുണ്ട്. അതിനിടയിലും അള്ളാഹു പറയുന്നതാണ് അവർ സഹോദരന്മാരാണ്, അവർ സഹോദരന്മാരാണ് എന്നാണ് പറയുന്നത്.
ഫൽയതദബ്ബരിൽ മുഅ്മിനു അൽ ഫർഖ ബൈന ഹാദൈനി നൗഇൻ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ നല്ല രീതിയിൽ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നതും അതേപോലെ തന്നെ അവൻ്റെ മാർഗത്തിലുള്ള ശത്രുത വയ്ക്കലും. മുഅ്മിൻ അവൻ നമ്മൾ ആക്രമിച്ചാൽ പോലും അവനോട് എന്ത് ചെയ്യുക, ഈ പറയുന്ന മുവാലാത്ത് മുറിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഫമാ അക്സറ മാ യൽതബിസു അഹദുഹുമാ ബിൽ ആഖർ വലിയഅലം അന്നൽ മുഅ്മിന തജിബു മുവാലാത്തുഹു വഇൻ ളലമക വഅതദ അലൈക്. അതുകൊണ്ട് ഇത് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കുക. ചിലപ്പോൾ ഒരു മുഅ്മിൻ നിന്നെ ചെയ്തേക്കാം, ആക്രമിച്ചേക്കാം, പക്ഷെ അവരുമായിട്ടുള്ള ഈ ബന്ധം എന്തല്ല, ഈമാനികമായ ബന്ധം അവസാനിപ്പിക്കാവുന്നതല്ല. അത് നിലർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് അനിവാര്യമാണ്. വൽ കാഫിർ തജിബു മുആദാതുഹു വഇൻ അഅതാക വഅഹ്സന ഇലൈക്. കാഫിർ നിന്റെ ശത്രുവായിരിക്കണം. അവൻ നിനക്ക് എത്ര അധികം വാരിക്കോരി തന്നിട്ടുണ്ടെങ്കിലും ശരി, നിനക്ക് എത്ര നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ എന്താണ്, ശത്രുവാണ്. അവനോടുള്ള ഇടപാട് എങ്ങനെയാണെന്ന് പറയും ശേഷം. പക്ഷേ അവൻ അള്ളാഹുവിൻ്റെ ശത്രുവാണ്, അള്ളാഹുവിനെ നിഷേധിച്ചവനാണവൻ, അള്ളാഹുവിനെ ധിക്കരിച്ചവനാണവൻ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശത്രുവാണ് കുഫാറുകൾ. അതുകൊണ്ട് അവരുമായിട്ടുള്ള ശത്രുത എന്താണ്, നിനക്ക് നിർബന്ധമാണ്. ഫഇന്നല്ലാഹു സുബ്ഹാനഹു ബഅസ റസൂല വഅൻസല അൽ-കുതുബ ലിയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. ദീൻ പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി മാത്രമായി തീരാനാണ് അള്ളാഹു മുർസലീങ്ങളെ നിയോഗിച്ചത്, കിതാബുകൾ ഇറക്കിയത്, ഇബാദാത്തുകൾ അള്ളാഹുവിന് മാത്രമായി തീരാൻ. ഫയകൂനുൽ ഹുബ്ബു ലി ഔലിയായി. അതുകൊണ്ട് സ്നേഹം അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടാണ്. വൽ ബുഗ്ളു ലി അഅദാഇ. കോപം അള്ളാഹുവിൻ്റെ ശത്രുക്കളോടാണ്. വൽ ഇക്റാമു ലി ഔലിയാഇഹി. ആദരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയാണ്. വൽ ഇഹാനതു ലി അഅദാഇ. അള്ളാഹുവിൻ്റെ ശത്രുക്കളോ നിന്ദിക്കുക എന്നുള്ളതാണ്. വസ്സവാബു ലി ഔലിയാഇ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കാണ് പ്രതിഫലമുള്ളത്. വൽ ഇഖാബു ലി അഅദാഇ. ശിക്ഷയുള്ളത് അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കുമാണ്. വഇദ ജതമഅ ഫിൽ റജുലിൽ വാഹിദി ഖൈറുൻ വശർറുൻ വഫുജൂറുൻ. ഇനി ഒരു മനുഷ്യൻ, ആ മനുഷ്യനിൽ ധാരാളം ഖൈർ നീ കാണുന്നുണ്ട്. അവൻ മുസ്ലിമാണ്, അവൻ സുന്നിയാണ്, അവൻ സലഫിയാണ്. എന്നാൽ ഫുജൂറുൻ, അവനിൽ നിന്നുണ്ട് തിന്മകളും ധാരാളമുണ്ട്. അവൻ മദ്യപിക്കുന്നവനാണ്, അല്ലെങ്കിൽ അവനിൽ വ്യഭിചാരമുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കാത്തവനാണ്. രണ്ട് ഗുണങ്ങളും ഒരാളിലുണ്ടെങ്കിൽ, അതുപോലെ വത്വാഅത്തുൻ വമാസിയ, അനുസരണവുമുണ്ട് ധിക്കാരവുമുണ്ട്. വസുന്നത്തും വബിദ്അ, സുന്നത്തുണ്ട് ഒരു മേഖലയിൽ, ഒരു മേഖലയിൽ ബിദ്അത്തുമുണ്ട്. ഇസ്തഹഖ മിനൽ മുവാലാത്തി വസ്സവാബി ബിഖദ്രി മാ ഫീഹി മിനൽ ഖൈർ വസ്തഹഖ മിനൽ മുആദാത്തി വൽ ഇഖാബി ബിഹസ്ബി മാ ഫീഹി മിനൽ ശർ. അവനോടുള്ള സ്നേഹബന്ധവും അതേപോലെ തന്നെ അവനുള്ളതായ സവാബും അവനിൽ എത്രത്തോളം ഖൈറുണ്ടോ അതിനനുസരിച്ചാണ്. അവന് എത്രത്തോളം ഷർറുണ്ടോ അതിനനുസരിച്ച് അവനോട് എന്ത് ചെയ്യണം, മുആദാത്ത് ഉണ്ടാകണം, ശത്രുത ഉണ്ടാകണം. അവനോട് എന്ത് ചെയ്യണം, ഇഖാബും ഉണ്ടാകണം. അവനോട് താക്കീതും എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഫയജ്തമിഉ ഫി ശഖ്സിൽ വാഹിദി മുജിബാത്തുൽ ഇക്റാമി വൽ ഇഹാന. ഒരേ ആളിൽ തന്നെ ആദരവിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ നിന്ദിതയുടെ കാര്യങ്ങളും എന്ത് ചെയ്തേക്കാം, ഒരുമിച്ച് വന്നേക്കാം. ഹാദാ ഹുവൽ അസ്ലുൽ ലദി ഇത്തഫഖ അലൈഹി അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ കാര്യത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ഇടയിൽ എന്തില്ല, പ്രത്യക്ഷമില്ല. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഇത് ശരിയായി പഠിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. വൽ ബറാഅത്തു മിനൽ മുശ്രിക്കീന ലാ തഅനിൽ ഇഅ്തിദാ അലൈഹിം ബിഗൈരി ഹഖ്ഖിൻ. മുശ്രിക്കുകളോട് ഇഅ്തിദാ വേണം, ശത്രുത വേണം, അവരോട് ബന്ധവിച്ഛേദനം നടത്തണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അനർഹമായിട്ട് അവരെ ആക്രമിക്കുക എന്നാണോ, അവരെ എന്ത് ചെയ്യുക, ദുൽമ ചെയ്യുക, അവരോട് അതിക്രമം കാണിക്കുക എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. കഖ്താലിൽ മുആഹദീൻ, ഇതുപോലെ കഖത്തിലിൽ മുആഹദീൻ, മുസ്ലിങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന അമുസ്ലിമുകളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. മുസ്ലിമീങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അമുസ്ലിമിനെ ഒരാൾ കൊന്നാൽ അവന് സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടുകയില്ല. വഇന്ന റീഹഹാ തൂജദു മിൻ മസീറത്തി 40 ആമൻ. 40 വർഷത്തെ വഴിദൂരം എന്ത് ചെയ്യും, സ്വർഗത്തിൻ്റെ മണം അടിച്ചു വീശും. അവിടെ വരെ എന്ത് ചെയ്യില്ല, അതുപോലും എനിക്ക് കിട്ടൂല. ആരെ കൊന്നവൻ? ഒരു കാഫിറിനെ കൊന്നവൻ. അപ്പോൾ കാഫിറിനെ ശത്രുത വയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തല്ല, അവനെ ആക്രമിക്കണമെന്നോ അവനോട് അനീതി കാണിക്കണമെന്നോ അവനെ കൊല ചെയ്യണമെന്നോ ആണോ? ഒരിക്കലും അങ്ങനെയല്ല. വകദാലിക ദുൽമുൽ കാഫിരി മുഹറമുൻ. അവരെ ആക്രമിക്കുക എന്നുള്ളത് തന്നെ എന്താണ്, നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. ആക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന നീ എന്ത് ചെയ്തോ, സൂക്ഷിച്ചു കൊള്ളുക. വഇൻ കാന കാഫിറൻ, ആക്രമിക്കപ്പെടുന്നവൻ കാഫിറാണെങ്കിലും ശരി, ഫഇന്നഹു ലൈസ ദൂനഹാ ഹിജാബ്. അവൻ്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനോട് എന്തില്ല, ഹിജാബില്ല. ഇത് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് വിടുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. യമനിൽ ആരാണുള്ളത്?
കുഫാറുകളാണുള്ളത്, അഹ്ലുൽ കിതാബാണുള്ളത്. അവിടെ പോയിട്ട് നീ അവരെ ആക്രമിക്കാൻ പാടില്ല. അന്യായമായി ആക്രമിക്കപ്പെട്ടാൽ അവരുടെ പ്രാർത്ഥന വരെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരെ ആക്രമിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. വൽ ബറാഅത്തു മിനൽ മുശ്രിക്കീന ലാ തംനഉ മിൻ തആമുലിൽ മുസ്ലിമി മഅൽ കുഫാരി തആമുലൻ തിജാരിയൻ ബിൽ ബൈഇ വശിറാഇ വനഹ്വി ദാലിക്. മുശ്രിക്കീങ്ങളോട് ബന്ധവിച്ഛേദനം നടത്തുക എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അർത്ഥം അവരുമായി മുസ്ലിമീങ്ങൾ കച്ചവടത്തിൽ ഏർപ്പെടരുതെന്നോ അല്ലെങ്കിൽ വാങ്ങൽ കൊടുക്കൽ ബന്ധങ്ങളിൽ ഏർപ്പെടരുതെന്നോ ആണോ? ഒരിക്കലുമല്ല. അത് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രീതിയിലുള്ള ഇടപാടുകൾ അവരുമായി നടത്തിയിട്ടുണ്ട്, കച്ചവട ബന്ധങ്ങൾ നടത്തിയിട്ടുണ്ട്, അവരുടെ വീടുകളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവരുടെ ആതിഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ കൂലിക്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് മുശ്രിക്കുകൾ എന്ത് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴികാട്ടി. അത് എന്തിലാണ്? കച്ചവട ഇടപാടാണ്. മാത്രമല്ല വഖദ് തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദർഉഹു മർഹൂനത്തുൻ ഇൻദ യഹൂദിയ്യിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ നബിയുടെ പടച്ചട്ട ഒരു ജൂതൻ്റെ അടുക്കൽ എന്താണ്? പണയം വെക്കപ്പെട്ടിരിക്കുകയാണ്. ഫൽ ബറാഅത്തു മിനൽ മുശ്രിക്കീന ഷൈഉൻ വതആമുലു മഅഹും ഷൈഉൻ ആഖർ. അപ്പോൾ ഈ പറയുന്ന ബറാഅത്ത് വേറൊരു കാര്യമാണ്. അവൻ അള്ളാഹുവിൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് എൻ്റെയും ശത്രുവാണ്. അവനോട് എൻ്റെ മനസ്സിലെന്തില്ല, ഒരു സ്നേഹവുമില്ല, അവൻ ശത്രുവാണ് എന്ന് കരുതിയിട്ട് അവനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവനോട് അനീതി കാണിക്കണമെന്നോ ആക്രമിക്കണമെന്നോ എന്നുള്ളതല്ല. അവരുമായിട്ടുള്ള ഇടപാടുകൾ എന്ത് ചെയ്യാം, ഭംഗിയായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാർത്ഥം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.